നമസ്കാരം. വിഖ്യാത യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിലായി എന്ന വാർത്ത ഇന്നലെ വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഫേസ്ബുക്കിലുമൊക്കെ ജാമ്യം ലഭിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെതായി വീഡിയോകളും പ്രസ്താവനകളും ഒക്കെ വന്നിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നു തന്നെയാണ് ഇന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്ത് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി ഫെനി നൈനാൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായും സുഹൃത്തുമായ ഫെനി നൈനാൻ്റെ നേതൃത്വത്തിൽ 30ഓളം പേർ അദ്ദേഹത്തെ കൊണ്ടുവന്ന പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെയും ശ്രീനാദേവി കുഞ്ഞമ്മയുടെയും ചില കോൺഗ്രസ് സൈബർ പോരാളികളുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു രാജൻ ജോസഫിനെ പഞ്ഞിക്കിട്ടോ എന്ന്. പക്ഷേ ഇട്ടു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളുമാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്നലെ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റുകളുമൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ സമീപം ഉണ്ടായിരുന്നു എന്ന വാർത്ത കൂടി ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഫെനി നൈനാനും ഒക്കെ ചേർന്ന് അയാളെ പഞ്ഞിക്കിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് സ്ഥിരീകരിക്കുവാൻ കഴിയുന്നത്. ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പ്രസ്താവന മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ പറയുന്നത്, സ്ത്രീകൾക്ക് നേരെ സഭ്യമല്ലാത്ത രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകൾ അടൂരിൽ എത്തുമ്പോൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടേക്കാം, ചിലപ്പോൾ അങ്ങനെ അടികൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം എന്ന രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു അടിക്കുറിപ്പും ഉണ്ടാകുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വ്യക്തമാകുന്നത് രാജൻ ജോസഫിന് അടി കിട്ടി എന്ന് തന്നെയാണ്. അയാളോടൊപ്പം സിബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിത്വവും അയാൾ ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തിലെ നായിൻ്റെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ആരോപണം അയാൾ ഉന്നയിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലോ ഫെനി നൈനാനോ ആരോ അയാളുടെ മക്കളെയും അയാളെയും ഒക്കെ അപായപ്പെടുത്തും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുമെന്ന്. പക്ഷേ ആരോപണങ്ങൾ മാത്രമാണ്, അതിന് തെളിവുകളില്ല. കാരണം ഇത്തരം ഭീഷണികൾ വരുമ്പോൾ ഒന്നുകിൽ നേരിട്ട് പറയുകയായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുകയായിരിക്കാം, റെക്കോർഡ് ചെയ്ത് സ്വാഭാവികമായിട്ടും തെളിവായിട്ട് സൂക്ഷിക്കാം. പക്ഷേ അത്തരം തെളിവുകൾ ഒന്നും ഈ സിബി എന്ന് പറയുന്ന വ്യക്തിത്വം മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാകുമ്പോൾ തന്നെ അത്തരം ആരോപണങ്ങൾക്ക് എത്രമേൽ കഴമ്പുണ്ട്, എത്രമേൽ യാഥാർത്ഥ്യമുണ്ട് എന്ന ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ഒക്കെ റീച്ച് ആകുവാൻ വേണ്ടിയുള്ള നമ്പറുകൾ മാത്രമായി, ഗിമിക്കുകൾ മാത്രമായി ഇത് അവശേഷിക്കുവാനാണ് സാധ്യത. എന്തായാലും ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന വിഖ്യാതനായ വിവാദ നായകൻ ഫേമസ് ആകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ്. മാത്രമല്ല അതിന് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരുമായി ചേർത്ത് വെച്ച് അയാൾ ചെയ്ത വീഡിയോകൾ അത് എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാളെ വിളിക്കുന്നതും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സഹോദരൻ വിളിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള വീഡിയോകളും വോയിസ് ക്ലിപ്പുകളുമൊക്കെ വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു. ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിത്വം അയാൾ താൻ സ്വയം ഒരു സഖാവാണ് എന്ന് വിശേഷിക്കുമ്പോൾ തന്നെ CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, വന്യവയോധികനായ നേതാവ് ഇളമരം കരീമിനെ ഒക്കെ അയാൾ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് വിമർശിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നടപടികളെയോ അവരുടെ ഏതെങ്കിലും ഭരണ പിഴവുകളെയോ ഒക്കെ വിമർശിക്കുന്നതിൽ കുഴപ്പമില്ല. ഇളമരം കരീമും ഒപ്പം മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകനും ഒപ്പം പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ഒക്കെ അയാൾ വിമർശിക്കുന്നത് ഇളമരം കരീമിൻ്റെ കുണ്ടനാണ് മുഹമ്മദ് റിയാസ് എന്ന രീതിയിലാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധത്തെയും അയാൾ ഇതേ അർത്ഥത്തിലാണ്, ഇതേ കണ്ണിലാണ് അയാൾ വിവക്ഷിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമ്മൾ രാഷ്ട്രീയത്തിലായാലും ഇപ്പോൾ ഔദ്യോഗിക രംഗത്തായാലും ഒന്നിച്ചു വർക്ക് ചെയ്താലും മാധ്യമ രംഗത്തായാലും ഒക്കെ സൗഹൃദ രംഗങ്ങൾ ഉണ്ടാകാം, സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകാം, സഹോദര തുല്യമായ ബന്ധങ്ങൾ ഒന്നിച്ചു വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാകാം, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉണ്ടാകാം, മകന് തുല്യമായ ബന്ധങ്ങളുണ്ടാകാം. അതൊക്കെയും സ്വാഭാവികമാണ്. അത്തരം ബന്ധങ്ങളെയൊക്കെയും ഈ വൃത്തികെട്ട കണ്ണോടുകൂടി, ഈ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണോടുകൂടി കണ്ട് അത് തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് വിളിച്ചു പറയുന്ന ഈ മ്ലേച്ഛത്തരത്തിന് രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം വിമർശനങ്ങളൊക്കെ ആകാം, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഏത് യൂട്യൂബർ എത്ര രാഷ്ട്രീയമില്ല, താൻ സത്യസന്ധമായാണ് വീഡിയോ ചെയ്യുന്നത്, തനിക്കൊരു പക്ഷവുമില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറന്നേക്ക് പുറത്ത് വന്നേക്കാം, പ്രത്യേകിച്ചും ഈ വാർത്താധിഷ്ഠിത മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന യൂട്യൂബർമാരുടെ. പക്ഷേ അതിനൊക്കെയും ഒരു പരിധിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും മുഹമ്മദ് റിയാസിനും ഇളമരം കരീമിനും എതിരെ മാത്രമല്ല, കണ്ണൂരിൽ നിന്നുള്ള മുൻ
പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയ്ക്കെതിരെയും ഇത്തരം സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. ദിവ്യ ചെയ്ത പല നടപടികളോടും നമുക്ക് യോജിപ്പില്ല. പക്ഷേ അവർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു സഭ്യതയുടെ അതിർവരമ്പ് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അതൊന്നുമില്ലാത്ത തരത്തിലുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ രാജൻ ജോസഫ് ഉന്നയിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിനേക്കാളേറെ ദുഃഖകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇളമരം കരീമിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഹമ്മദ് റിയാസിനെതിരെ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇന്നലെ ഈ രാജൻ ജോസഫ് അറസ്റ്റിലായപ്പോൾ അയാൾക്ക് ജാമ്യത്തിനു വേണ്ടി അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് CPM-ൻ്റെ ആ പ്രദേശത്തെ 2 പ്രമുഖ നേതാക്കന്മാരായിരുന്നു എന്ന് ഇന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുമ്പോഴാണ്. കാരണം ആ CPM-ൻ്റെ ആ നേതാക്കളോട് CPM-ൻ്റെ ആ പ്രാദേശിക നേതാക്കൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയും ഇഷ്ടവുമുണ്ട് എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇളമരം കരീം വളരെ സമുന്നതനായ നേതാവാണ്. മുഹമ്മദ് റിയാസ് വളരെ പ്രഗത്ഭനായ മന്ത്രി എന്ന രീതിയിൽ കാര്യക്ഷമത തെളിയിച്ച ആളാണ്. അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാജൻ ജോസഫിനെതിരെ ജാമ്യമെടുക്കാൻ ചെന്നത് CPM-ൻ്റെ അടൂറിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒപ്പം ഏരിയ കമ്മിറ്റി മെമ്പറുമാണ് എന്നൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ രാജൻ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ അയാളുടെ ഈ യൂട്യൂബ് ചാനൽ സംസ്കാരവും ഒക്കെ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വീക്ഷണം. കാരണം അത് നമ്മുടെ പൊതുസമൂഹത്തിന് യോജിക്കുന്നതല്ല. വിമർശനങ്ങൾ ഉണ്ടാകാം, അത് വസ്തുനിഷ്ഠമായിരിക്കണം. ഇത്തരം ആരോപണങ്ങൾ അവരെയൊക്കെ പിടിച്ച് ഹോമോസെക്സൽ ആണ് എന്ന് പറയുക, അല്ലെങ്കിൽ അവരൊക്കെ അഴിഞ്ഞാട്ടക്കാരാണെന്ന് പറയുക, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരുടെ ലൈംഗിക ചുവയോട് കൂടി വിമർശിക്കുക, അതൊക്കെയും ഒട്ടും ഉചിതമായ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു തിരിച്ചടിയും ഉൾക്കൊള്ളുവാൻ ഇത്തരം യൂട്യൂബർമാർ തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ നിയമവ്യവസ്ഥതയാണ്. പ്രത്യേകിച്ചും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ മിക്കപ്പോഴും സ്ത്രീകൾ എതിർപക്ഷത്ത് വരുമ്പോൾ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് വീഡിയോകൾ ചെയ്യുന്നത്. മിക്ക യൂട്യൂബർമാരുടെ വീഡിയോകൾ യാദൃശ്യമായി കണ്ടുപോകുമ്പോൾ വളരെ മ്ലേച്ഛമായ രീതിയിൽ വ്യംഗ്യാർത്ഥങ്ങൾ കലർന്ന രീതിയിലാണ്, ലൈംഗിക ചുവ കലർന്ന രീതിയിലാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെയും സംസാരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും രാജൻ ജോസഫ് അല്ലെങ്കിൽ അയാളോടൊപ്പം വീഡിയോ ചെയ്യുന്ന സിബി എന്നിവർ രണ്ടുപേരും അവരുടെ കഴിവുകളിലോ മറ്റോ എനിക്ക് അവിശ്വാസമല്ല. കാരണം വളരെ വ്യക്തമായ കാര്യങ്ങൾ ഒക്കെ അറിയാവുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ശൈലികൾ മാറ്റേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് വസ്തുനിഷ്ഠമായിരിക്കണം. അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ശ്രീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ച് അവർ കേരള രാഷ്ട്രീയത്തിനൊരു വാഗ്ദാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലവിലുള്ള ഏത് വനിതാ നേതാവിനേക്കാളും CPM-ലാകട്ടെ, BJP-ലാകട്ടെ, കോൺഗ്രസ്സിലാകട്ടെ, ഇന്ന് മന്ത്രിപദത്തിലോ MLA പദത്തിലോ MP പദത്തിലോ ഇരിക്കുന്ന ഏതൊരു വനിതാ നേതാവിനേക്കാളും വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഇത്തരം ഞാഞ്ഞൂലുകളുടെ, കൃമികീടങ്ങളുടെ വിമർശനങ്ങൾ തടസ്സമാകരുത് എന്നൊരു ആഗ്രഹവും ഇഷ്ടവും എനിക്കുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാനാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.